ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർव्यसेम ദേവഹിതം യദായുः സ്വസ്തി പന്ഥാമനുചരേമ സൂര്യാചന്ദ്രമസാപിവാ പുനർദദതാഘ്നതാ ജാനതാ സംഗമേ മഹീ. ആമുഖ പ്രഭാഷണത്തിനായി തൃശൂർ കറണ്ട് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ KJ ജോണിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന രാമേന്ദ്രൻ്റെ 4ാമത്തെ പുസ്തകമാണ് ദേവഭൂമിയിലൂടെ എന്നത്. ആദ്യ പുസ്തകം 2003 ഉത്തരാഖണ്ഡിലൂടെ കൈലാസ മാനസ സരസ് യാത്ര പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇന്ന് ഏകദേശം 1,00,000-ലധികം കോപ്പികൾ ആ പുസ്തകത്തിൻ്റെ വിറ്റ് തീർന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം എഴുതിയ തപോഭൂമി ഉത്തരാഖണ്ഡ് എന്ന പുസ്തകവും ആദ്യ കൈലാസ യാത്ര എന്ന പുസ്തകവും ഇതുപോലെ വായനക്കാരെ സശ്രദ്ധം ആകർഷിക്കുകയും വിൽപ്പനയിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഏറ്റവും അവസാനത്തെ പുസ്തകമായ ദേവഭൂമിയിലൂടെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് 1 മാസത്തിനുള്ളിൽ 6 പതിപ്പുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുവാൻ കഴിഞ്ഞു എന്നത് ഈ പുസ്തകത്തിൻ്റെ ഗുണമേന്മയുടെ സവിശേഷതയായി കാണുകയാണ്. സാധാരണ ഹിമാലയ യാത്രാ വിവരണ പുസ്തകങ്ങൾ മലയാളത്തിൽ ഒട്ടനവധി പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് മറ്റ് ഉള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളേക്കാൾ MK രാമേന്ദ്രൻ്റെ പുസ്തകങ്ങൾ ഇത്രയധികം വിറ്റുപോകുന്നു, ഇത്രയധികം വായനക്കാർ ആ പുസ്തകത്തെ തേടി വരുന്നു എന്നത് വളരെയധികം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ പുസ്തകം വെറും ഒരു യാത്രാ വിവരണ അല്ലെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു യാത്രാ വിവരണ പുസ്തകമല്ല. നാം ഹിമാലയത്തെ വായിക്കുമ്പോൾ നാം ഇവിടെ ഇരുന്ന് കാണുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഇതിഹാസ, ചരിത്ര, പുരാണ, വേദങ്ങൾ, നമ്മുടെ ചരിത്രത്തെ മുഴുവൻ ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ അകലെയുള്ള ഒരു ഹിമാലയം നാം തൊട്ടടുത്ത് ദർശിക്കുന്ന പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ രീതിയിൽ ഹിമാലയത്തെ അദ്ദേഹം ഒരു ഭക്തൻ്റെ ഒരു അനുഭൂതിയിലൂടെ കാൽ കീഴിൽ ഒതുക്കുകയാണ്. അതേ ഹിമാലയത്തെ അദ്ദേഹം സ്വന്തം മനസ്സുകൊണ്ട് ആവാഹിക്കുകയാണ്, ആത്മാവിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ എഴുതപ്പെടുന്ന ഒരു പുസ്തകം വായനക്കാരനും ആ രീതിയിലായിരിക്കും സ്വീകരിക്കപ്പെടുക എന്ന് തോന്നാം. ഒരു പുസ്തകത്തിനകത്ത് നാം ചിലപ്പോൾ ഈ പുസ്തകം പലരും വിമർശനാത്മകമായി സമീപിക്കാറുണ്ട്. ഇതിൽ പലതും ശരിയല്ല, ഇത് യുക്തിഭദ്രമല്ല, ഈ രീതിയിലല്ല ഹിമാലയം എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ഒരുപക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ പുസ്തകം ഒരു ഭക്തന് അനുഭവപ്പെട്ടത്, ഏത് രീതിയിലാണ് യാത്രക്കാരന് ഇത് ഉപയോഗപ്രദമാകുന്നത് എന്ന് നമുക്ക് ആലോചിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നാം മനസ്സിലാക്കുക. ഹിമാലയ യാത്രയ്ക്ക് പോകുന്ന ഏത് യാത്രക്കാരനും ഇപ്പോൾ ഒരു ഗൈഡായി രാമേന്ദ്രൻ്റെ പുസ്തകം വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അത്രമാത്രം ഉപയോഗപ്രദവും ഉപകാരപ്രദവുമാണ് എന്ന് പലരും ഫോണിലൂടെയും മറ്റും നമ്മളെ വിളിച്ച് അഭിനന്ദിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം ഇത്രയധികം ഈ പുസ്തകത്തെ ഈ രീതിയിൽ മലയാളത്തിൽ പക്ഷേ ആദ്യമായിട്ടായിരിക്കുക മലയാളത്തിൽ ഹിമാലയ യാത്രാ വിവരണ പുസ്തകങ്ങൾ ഇത്രയധികം വായനാ സമൂഹത്തെ ഉണ്ടാകുക രാമേന്ദ്രൻ എന്ന ഒരൊറ്റ എഴുത്തുകാരനിലൂടെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഹിമാലയ യാത്രാ വിവരണങ്ങൾ ഇപ്പോൾ ഏകദേശം മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചുരുങ്ങിയത് 100-ലധികം ഹിമാലയ യാത്രാ പുസ്തകങ്ങൾ ഉണ്ട്. നമ്മുടെ കറണ്ട് ബുക്സിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് 10ഓളം മാറ്റുകൾ ഹിമാലയ യാത്രാ വിവരണങ്ങൾ
പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. പലരും അയച്ചു തന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അയച്ചു തന്ന മാറ്റങ്ങൾ ഇരിപ്പുണ്ട്. ഇതൊന്നും നമുക്ക് പ്രസിദ്ധീകരിക്കുന്ന യോഗ്യമല്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ആ രീതിയിലുള്ള പല സാധാരണ രീതിയിലുള്ള എഴുത്തുകൾ നമുക്ക് പോയി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന വിധതരം ഇൻഫർമേറ്റീവായിട്ടുള്ള ഇനി യാത്ര ചെയ്തു എന്നതിന് ഒരു തെളിവായി പലരും എഴുതപ്പെടുന്ന ചില പുസ്തകങ്ങളാണ് പലപ്പോഴും നാം മാർക്കറ്റിൽ കാണുന്ന പല പുസ്തകങ്ങളും. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ സവിശേഷത ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിനകത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഈ 3 പുസ്തകങ്ങളേക്കാൾ വ്യത്യസ്തമായ ഒരുപാട് ആശയങ്ങൾ, സംവാദങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ രാമേന്ദ്രൻ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് പുതിയ ഒരു വായന അനുഭവമായിരിക്കും എന്ന് തോന്നുന്നു. ഈ പുസ്തകത്തിനകത്തൊരു പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെയുണ്ട് കേരളത്തിലെ സന്യാസ സമൂഹത്തെക്കുറിച്ച്. അഹോര സന്യാസി സമൂഹത്തിൻ്റെ സിദ്ധി വൈവിധ്യത്തെക്കുറിച്ച് ഇദ്ദേഹം വിവരിക്കുന്ന ഒരു പ്രത്യേക ചാപ്റ്ററുണ്ട്. അത് നമുക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ സന്യാസ സമൂഹത്തിൻ്റെ ഇത്രയധികം സിദ്ധി വൈഭവമുള്ള ഈ സന്യാസ സമൂഹത്തിൻ്റെ വൈവിധ്യമുള്ള സന്യാസ സമൂഹം എങ്ങനെയാണ് ഭാരതീയ സംസ്കാരത്തിൽ ലയിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്, പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെടുന്നതാണ്. ഒരു തരത്തിൽ പറയപ്പെടുന്നുണ്ട്, ഒരു അഘോരി സന്യാസി വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മാറുമായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ഈ മുഗൾ അധിനിവേശത്തിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ഒരു മന്ത്രിസഭയിൽ ഒരു അഘോരി മന്ത്രി ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പറയുന്നുണ്ട്. അഘോരി മന്ത്രി ഒരിക്കൽ രാജാവിനോട് ഒരു കഥ പറയുകയാണ്. കഥയല്ല, ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അധിനിവേശം തടുക്കാൻ വേണ്ടിയിട്ട്, വിദേശ അധിനിവേശം തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ക്രിയ ചെയ്യണം എന്ന് രാജാവിനോട് ആവശ്യപ്പെടുകയാണ് അഘോരി മന്ത്രി. അപ്പോൾ രാജാവ് പറഞ്ഞു ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസനീയമാകണം എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസനീയമാകാൻ വേണ്ടിയിട്ട് രാജസഭയിലുള്ള മറ്റു മന്ത്രിമാരെയും എല്ലാവരെയും വിളിച്ച് ഇരുത്തി അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇദ്ദേഹം ഈ മന്ത്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചെയ്യുമ്പോൾ ഇദ്ദേഹം വലിയൊരു ആണി എടുത്തിട്ട് ഭൂമിയിലേക്ക് അടിച്ച് താഴ്ത്തുകയാണ്. ഭൂമിയിലേക്ക് ആണിയെടുത്ത് അടിച്ചു താഴ്ത്തി കഴിഞ്ഞു, ഇനി കുഴപ്പമില്ല, വൈദേശിക ആക്രമണമൊന്നും നമുക്കുണ്ടാകില്ല, നാം ഭാരതം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല. ഒരു ആണിയെടുത്തിട്ട് മണ്ണിൽ അടിച്ചു താഴ്ത്തിയാൽ എങ്ങനെ വിദേശ ആക്രമണത്തെ ചെറുക്കാനാകും എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുകയും രാജാവിൻ്റെ പത്നി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പ്രൂവ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് മന്ത്രി വരുന്നു. പ്രൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ യാതൊരു യുക്തിയുമില്ല, നമുക്ക് വിശ്വസനീയമല്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രൂവ് ചെയ്യാൻ അയാൾ നിർബന്ധിതനായി അവസാനം ഞാൻ പ്രൂവ് ചെയ്യണം എന്ന് രാജാവ് കൽപ്പിക്കുമ്പോൾ അദ്ദേഹം ആ ആണി വലിച്ചൂരുകയാണ്. വലിച്ചൂരുമ്പോൾ ആണിയുടെ അറ്റത്ത് ഇപ്പോൾ ചോര കാണുകയാണ്. ചോര കാണുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് ഒരു സർപ്പത്തിൻ്റെ തലയിലാണ് ഇവിടെ ഭൂമി ഇരിക്കുന്നത് എന്നുള്ളൊരു ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഈ സർപ്പത്തിൻ്റെ തലയിലേക്കാണ് ഈ ആണി അടിച്ച് ഇറക്കിയത്, അതിലായിരുന്നു എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ബോധ്യമായി ഇദ്ദേഹം ചെയ്തത് ശരിയായ ഒരു കർമ്മമാണ് എന്ന്. അപ്പോൾ തന്നെ പറഞ്ഞു ആണി അപ്പം അടിച്ചു താത്തിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ഒരു പ്രത്യേക നിമിഷത്തിൽ, പ്രത്യേക ഒരു സന്ദർഭത്തിൽ, പ്രത്യേക അനുഭവ സാക്ഷ്യത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യമാണ്, അത് എപ്പോഴും സംഭവിക്കില്ല, ഇനി അത് ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുകയും പിന്നെ അത് ആണി അടിച്ചു താത്താതിരിക്കുകയും ചെയ്യുക. അതിനുശേഷമാണ് ഇന്ത്യയിൽ മുഗൾ അധിനിവേശം ഉണ്ടാകുകയും വൈദേശിക ആക്രമണം ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് എന്ന് ഈ ഒരു അഘോര എന്ന ഒരു 4 വോളിയമുള്ള രൂപ പബ്ലിഷ് ചെയ്തുള്ളൊരു പുസ്തകത്തിൽ ഈ കഥ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ അഘോര സന്യാസികളെക്കുറിച്ചും ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചും വളരെ വിശദമായി ഈ പുസ്തകത്തിൽ ദേവഭൂമിയിലൂടെ എന്ന ഈ പുസ്തകത്തിൽ ഇദ്ദേഹം വിവരിക്കുന്നു എന്നത് നമുക്ക് വായനക്കാർക്ക് ഏറ്റവും അധികം അറിവ് തരുന്ന, ജിജ്ഞാസ തരുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുന്നു. ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് വിശിഷ്ട വ്യക്തി കെ ജയകുമാറാണ്. ജയകുമാർ സാറിനെ
ഈ വേദിയിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ആരാണ് കെ ജയകുമാർ എന്ന് ചോദിച്ചാൽ അത്രമാത്രം ചിരപരിചിതനാണ് അദ്ദേഹം. നമ്മുടെ ഭരണ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും മറ്റേതെല്ലാം രംഗത്തായാലും അദ്ദേഹം നമ്മളുടെ ഏറ്റവും സജീവ സാന്നിധ്യമായി ഇത്രയും വർഷങ്ങളായി നമ്മുടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് മുൻ MLA-യും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ TV ചന്ദ്രമോഹൻ അദ്ദേഹമാണ്. അദ്ദേഹവും ഈ പുസ്തകവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും വളരെ അഭാവമുള്ള, വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മറ്റൊരു ഹിമാലയ യാത്രാ അനുഭവ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആഷാ മേനോനാണ്. ആഷാ മേനോനും വളരെ വ്യത്യസ്തങ്ങളായുള്ള ഹിമാലയ അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ആഷാ മേനോനാണ്. ആഷാ മേനോനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സെക്രട്ടറി PV കൃഷ്ണനായർ മാഷാണ്. കൃഷ്ണനായർ മാഷ് സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രാമേന്ദ്രൻ്റെ ഉത്തരാഖണ്ഡിലൂടെ കൈലാസ മത്സരത്തി യാത്ര എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ യാത്രാവിവരണത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് തന്നെ. അദ്ദേഹവും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന TG ഹരികുമാർ, അദ്ദേഹം ക്ലിപ്പാട്ട് മാസികയുടെ എഡിറ്ററാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രഥമ പതിപ്പ് പ്രകാശനത്തിന് നമ്മളെ സഹായിക്കുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം ഇന്നിവിടെ താല്പര്യപൂർവ്വം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഔപചാരികമായി ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് MK രാമേന്ദ്രനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതുണ്ട്. KP ശങ്കരൻ മാഷിരിപ്പുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ TV ചന്ദ്രമോഹൻ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശ്രീ രാമചന്ദ്രൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവാദം ലഭിച്ചത്, അല്ലെങ്കിൽ ഭാഗ്യം ലഭിച്ചത് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്ത് പ്രമുഖരായ എഴുത്തുകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ഒരു വേദി പങ്കിടുക, അതും സാഹിത്യകാരന്മാരും വിശിഷ്ട വ്യക്തികളും ശ്രോതാക്കളായിരിക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷം ലഭിക്കാനുള്ള ഒരു കാരണം. 10 വർഷം മുൻപ് എഴുതി തുടങ്ങിയ ശ്രീ രാമചന്ദ്രൻ്റെ കൃതിക്കും അദ്ദേഹത്തിനും അർഹതക്കനുസരിച്ചുള്ള പ്രശസ്തിയും ലഭിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും കറണ്ട് ബോക്സ് പോലുള്ള പ്രശസ്തമായ ഒരു പ്രസാധക വിഭാഗം താല്പര്യത്തോടുകൂടി, അഭിമാനത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ എഡിഷൻ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ പുസ്തകത്തിനുള്ള മേന്മ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുൻപുള്ള പുസ്തകങ്ങളുടെ കോപ്പി രാമേന്ദ്രൻ നിന്ന് നേരിട്ട് എന്നോട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തരികയുണ്ടായി. 2-3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അദ്ദേഹം ആലോചിച്ചത്. ഒന്ന്, യാത്രയ്ക്കുള്ള താല്പര്യം.
മറ്റൊന്ന് ഭക്തനാവാനുള്ള ആഗ്രഹം, മറ്റൊന്ന് കാണാനുള്ള വ്യക്തികളും അതുപോലെ പ്രകൃതിയും സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, ഒരു സത്യാന്വേഷണം എന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടു. സന്യാസിമാരെ പറ്റി നമുക്ക് പല ധാരണകളുമുണ്ട്. കാരണം ഈ ആധുനിക ലോകത്തിൽ, ഈ ഹൈടെക് യുഗത്തിൽ നമുക്ക് ഒരുപാട് സന്യാസിമാരെ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ ദൈവങ്ങളെ അടക്കം പരിചയപ്പെടാനുള്ള അവസരം നമുക്കുണ്ടായിരുന്നു. അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആരും കാണാത്ത, പരിചയപ്പെടാത്ത ചില സന്യാസിമാരുടെ ശക്തി, ആധ്യാത്മിക ശക്തി നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം രാമചന്ദ്രനുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലരും ഇത്തരം യാത്രകൾ, ആധ്യാത്മിക യാത്രകൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രകൾ ഒക്കെ അവരുടെ പരിപാടിയുടെ സമയം മറ്റേതെങ്കിലും ഒരു സന്ദർഭം ഉപയോഗിച്ചാണ് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന വലിയ ഭക്തന്മാർ പോലും എന്നോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ക്ഷേത്രത്തിൽ വരുന്ന കാര്യം സംസാരിക്കുമ്പോൾ എനിക്കിവിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങി എന്നാണ് ഒട്ടുമുക്ക ആളുകളും പറയുന്നത്. പലരും വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഭഗവത് ദർശനത്തിനുള്ള സമയം ചോദിക്കുന്ന സന്ദർഭത്തിൽ അരമണിക്കൂർ നേരത്തെ നട തുറന്നിരുന്നെങ്കിൽ ആ സമയത്തുള്ള ബസ്സിന് പോകാമായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയവരും ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായി വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഒരു ദീർഘമായ യാത്ര, അതും അപകടകരമായ സാഹസികമായ ഒരു യാത്ര ചെയ്യുന്ന ഒരാളെ കുറിച്ച് തൃശ്ശൂർക്കാരൻ വിചാരിച്ചതിന് അപ്പുറത്താണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ചില സന്യാസിമാരെ കുറിച്ച് ഇവിടെ ഇതിൻ്റെ പ്രസാധകൻ ജോണി സംസാരിച്ചതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ചില വിശേഷണങ്ങളുള്ള സന്യാസിമാർ. ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വായിച്ച് ഓർക്കുകയാണ്. ഒരു വാച്ച് കയ്യിൽ കെട്ടിയതിന്, അദ്ദേഹം രാമചന്ദ്രന് കെട്ടിയ വാച്ചിൻ്റെ മുകളിൽ ഒരു സന്യാസി കൈവയ്ക്കുകയും ആ വാച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വാച്ച് കമ്പനിയിൽ ചെന്നിട്ട് പോലും പിന്നീട് അത് പരിശോധിച്ചപ്പോൾ ആരാണ് ഈ വാച്ചിൻ്റെ സ്ഥിതി ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് ഒരുപാട് കഥകളുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റിയ സമയം അല്ലാത്തതുകൊണ്ടും നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അത്തരം വലിയ സന്യാസിമാരെ ഒക്കെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മുടെ നാട്ടിലും സന്യാസിമാർക്ക് ഒട്ടും കുറവില്ല. ഒരുപാട് ദൈവികങ്ങളായ പുസ്തകങ്ങൾ എഴുതിയ ആളുകളുണ്ട്. നിരവധി സന്യാസിമാരെ ഈ ചുരുങ്ങിയ കാലത്തുള്ളിൽ പരിചയപ്പെടാൻ എനിക്ക് സന്ദർഭമുണ്ടായി. പലരും പല വ്യത്യസ്ത സ്വഭാവക്കാരാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പേരിലുള്ള നിരവധി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അത് എല്ലാവരും അർഹതപ്പെട്ടവരാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവരെയൊക്കെ തിരഞ്ഞെടുക്കാറ്. അങ്ങനെ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ജഡ്ജിങ് കമ്മിറ്റിയുടെ അപ്പുറത്ത് മാനേജിങ് കമ്മിറ്റി അതിൽ തീരുമാനമെടുക്കാറ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഭഗവാനെക്കുറിച്ച് പുസ്തകം എഴുതുകയും 100% മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സന്യാസിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ, സാമ്പത്തികമായി ഒരു സൗകര്യമില്ലാത്ത ഒരാൾ, അർഹതയുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് സമ്മാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷേധാത്മക രൂപത്തിൽ എന്നോട് സംസാരിച്ചു. 1ാം സമ്മാനം 50,000 ഉറുപ്പികയാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ ഇത്തരം പ്രലോഭനങ്ങൾക്കൊന്നും ഒരു സന്യാസി അടിമപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ അറിയിപ്പ് പിൻവലിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു സന്യാസിയാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള
രൂപത്തിലുള്ള സന്യാസിമാരും എഴുത്തുകാരും ഒക്കെയുള്ള നമ്മുടെ സ്ഥലത്ത് രാമേന്ദ്രനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ വളരെ വ്യത്യസ്തനായി സാധാരണ ആളുകൾക്ക് ബോധ്യപ്പെടും. ഞാനൊരു സാഹിത്യ പ്രവർത്തകനോ ഒന്നുമല്ല, സാധാരണ ആളെന്ന നിലയ്ക്ക് നിങ്ങളിൽ പലരെ പോലെ ഒരു സാധാരണ പുസ്തകം വായിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഈ യാത്രയിൽ ഹിമാലയ യാത്രയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ ഇത് വലിയൊരു പ്രചോദനമായി പലരും ഉൾക്കൊണ്ടു. ഈ പുസ്തകം വായിച്ച് എന്തായാലും ഇവിടെ ഒന്ന് ഹിമാലയത്തിലൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ച യാത്രക്കാരുടെ എണ്ണം, ഭക്തന്മാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പിന്നീട് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഇങ്ങനെയൊരു ചടങ്ങിൽ ദേവഭൂമിയിലൂടെ എന്ന മഹത്തായ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. ജയകുമാറിനെ പോലെ ഉള്ള പ്രസിദ്ധരായ സാഹിത്യകാരന്മാരും ആഷാമേനെ പോലെ നിരൂപകരും ഉൾക്കൊള്ളുന്ന ഇത്തരമുള്ള ഒരു സദസ്സിൽ ഇതിന് പറ്റിയ ഫോറം തന്നെയാണ് ശ്രീ രാമേന്ദ്രൻ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ പ്രസാധകർ തിരഞ്ഞെടുത്തത്. ഇത് റിലീസ് ചെയ്യാൻ അത് ഒന്നുകൂടി അവരെ കൂടി അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപം തെളിയിച്ചുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനമാണ്. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ കെ ജയകുമാർ സാറിനെയും പുസ്തകം സ്വീകരിക്കാനായി പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ സാറിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ശ്രീ കെ ജയകുമാർ സാറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ ടി വി ചന്ദ്രമോഹൻ, ഈ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുന്ന ഇതിന് അവതാരികാകാരൻ കൂടിയായ ശ്രീ ആശാമേനോൻ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ പി വി കൃഷ്ണൻ നായർ, ശ്രീ ഹരികുമാർ, ഗ്രന്ഥകർത്താവ് ശ്രീ എം കെ രാമചന്ദ്രൻ, ശ്രീ ജോണി, ശ്രീ പെപ്പിൻ,
ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരരെ, ശ്രീരാമചന്ദ്രൻ്റെ ഈ രചനകളെപ്പറ്റി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്ര ധാരണയുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വന്ന് ഇവിടെ പറയുന്നതെല്ലാം കേട്ട് ധാരണയുണ്ടാക്കി പുസ്തകം വാങ്ങാൻ വന്നവരല്ല. ഈ പുസ്തകമോ ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളോ വായിച്ച് ശ്രീരാമചന്ദ്രൻ്റെ കൈലാസയാത്ര, ഹിമാലയ യാത്രയുടെ രുചി അറിഞ്ഞവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് ഉള്ളത് വ്യക്തം. അപ്പോൾ നിങ്ങളോട് ഈ പുസ്തകത്തെപ്പറ്റി എന്തെങ്കിലും ആധികാരികമായിട്ടൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആ ജോലി ഞാൻ ആശാമേനോന് വിട്ടുകൊടുക്കുകയാണ്. കാരണം ഒരു അവതാരികകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ ആഴത്തിലേക്കും അകങ്ങളിലേക്കും ഇറങ്ങിപ്പോകുവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വായനയിലൂടെ, ഒരു പരന്ന വായനയിലൂടെ അറിഞ്ഞ രാമചന്ദ്രൻ്റെ ഈ പുസ്തകത്തിൻ്റെ വൈഭവത്തെപ്പറ്റി ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശ്രീ ജോണി തൻ്റെ സ്വാഗത പ്രസംഗം തുടങ്ങിയപ്പോൾ സ്വയം ചോദിച്ചതുപോലെ എന്താണ് മറ്റ് ഹിമാലയ യാത്രാ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീരാമചന്ദ്രൻ്റെ പുസ്തകം ഇതും ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളും അമ്പരപ്പിക്കുന്ന തരത്തിൽ വലിയൊരു വായനാനുഭവം നൽകിക്കൊണ്ട് അത് വിൽപ്പനയിൽ പ്രതിഫലിച്ചുകൊണ്ട് ഈ ധാരാളം ആളുകൾ ഈ പുസ്തകത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹിമാലയത്തിൽ പോകാം. പക്ഷേ പോയതിനു ശേഷം കോഴിക്കോട് ഭാഷയിൽ പറയുകയാണെങ്കിൽ അലിനാദാപുരത്ത് പോയിട്ട് വരാനേ സാധിക്കും. പക്ഷെ ശ്രീരാമചന്ദ്രന്റെ യാത്ര അത്തരത്തിലൊരു പോയിട്ട് ഒരു വരവല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് കേവലം നമുക്ക് കിട്ടിയിരിക്കുന്ന പുസ്തകം അല്ലെങ്കിൽ യാത്രാ അനുഭവം കേവലം ഒരു യാത്രാ വിവരണമല്ല. ഇതൊരു യാത്രയുടെ കഥ മാത്രമല്ല, ഇതൊരു അന്വേഷണത്തിന്റെ കഥ കൂടിയാണ്. അവിടെയാണ് മറ്റ് ഹിമാലയ യാത്രാ പുസ്തകങ്ങളിൽ നിന്ന് ശ്രീരാമചന്ദ്രന്റെ പുസ്തകം വ്യത്യസ്തമായിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ എന്നുള്ള വ്യക്തിയുടെ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ്. എല്ലാവരും ഹിമാലയത്തിൽ പോയി വന്നാൽ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവുകയില്ല. ഇവിടെ യാത്രികൻ എന്നുള്ളതിനേക്കാൾ ഒരു അന്വേഷകൻ കൂടിയാണ് ഈ ഹിമാലയത്തിൻ്റെ ഈ ദുസ്തരവും ദുർഘടവുമായിട്ടുള്ള ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്. ഹിമാലയത്തിൽ ഇത്ര ഗഹനമായിട്ടല്ലെങ്കിൽ പോലും പലയിടത്തുമൊക്കെ പോകുവാൻ സാധിച്ച ഒരാൾ എന്നുള്ളതിലേക്ക്, ഒരു ഹിമാലയൻ ഫ്ലേവർ എന്താണ് എന്ന് അറിഞ്ഞ ഒരാൾ എന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയും ആ വിവരണത്തിൻ്റെ കൃത്യതയും എന്നെ എന്തെന്നില്ലാതെ, ഇതൊരു യാത്രാ വിവരണമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഒരു യാത്രാ വിവരണം എന്നുള്ളതിലേക്ക് തന്നെ ആ വിവരണങ്ങളുടെ കൃത്യതയും ആ നിരീക്ഷണങ്ങളും വാസ്തവത്തിൽ അങ്ങേയറ്റം നീതി പുലർത്തുന്നതാണ്. അത് സാധാരണ കേരളത്തിൽ ഹിമാലയം കണ്ടിട്ടില്ലാത്ത കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എന്തെന്നില്ലാത്ത ഒരു നമ്മളെ അത് ആകർഷിക്കുകയും നമ്മളെ ആ ഉയരങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ക്ഷണം, ആ ഒരു ആമന്ത്രണം, ആ ഒരു ഹിമാലയത്തിൻ്റെ നിമന്ത്രണം, അവാച്യമായിട്ടുള്ള ഒരു ക്ഷണം ഈ വാക്കുകളിലൂടെ നമ്മുടെ അന്തരിന്ദ്രിയങ്ങളിൽ എവിടെയോ വന്ന് പതിയുന്നത് കൊണ്ടുകൂടിയാവണം ഈ പുസ്തകത്തിലേക്ക് നമ്മൾ പിന്നെയും പിന്നെയും കൗതുകത്തോടു കൂടി ഈ യാത്രാ വിവരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ അദ്ദേഹം ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ പോകുന്നു, ഏതെല്ലാം ഇടങ്ങളിൽ അന്തി ഉറങ്ങുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു, ആരെ കാണുന്നു എന്നുള്ളതിൻ്റെ തികച്ചും വാസ്തവികമായിട്ടുള്ള വിവരണമായിരുന്നുവെങ്കിൽ ഈ പുസ്തകം ഈ നിലവാരത്തിലേക്ക് ഉയരുമായിരുന്നു.